നമ്മുടെ ദിൽകുഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഷുഗർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതിയാവും. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തൈര് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 കപ്പ് തൈരുണ്ട്. നമ്മൾ ഈ തൈരിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മാവ് നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മൂടി വെച്ച് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. കുറേ ടൈം മൂടി വെക്കണമെന്നൊന്നുമില്ല. ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ടൈം മാത്രം മതി. അപ്പോൾ നമുക്കിനി ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം കുറക്കാം. കാരണം നമ്മൾ ബ്രെഡ് ഇനി പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മളെ മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറക്കുകയൊക്കെ ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറുങ്ങനെ കളർ മാറി വരുന്നുണ്ട്. നന്നായിട്ടില്ല, എന്നാലും ചെറുങ്ങനെ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇതിപ്പോൾ ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തതാണ്. ചൂടാക്കുകയൊന്നും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. ഒരു കപ്പ്, അതായത് ഒരു 3 ബ്രെഡ് ഉണ്ടാവും. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരട്ടെ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ചെറുങ്ങനെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, ഈ ആ ഒരു ഷുഗറൊക്കെ ചെറുതായിട്ട് കാരമലൈസ്ഡ് ആയി ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കാരമലൈസ് ചെയ്യുന്നില്ല, കാരണം കട്ടിയായി പോവുമല്ലോ. നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് വേണ്ടത്, ഫില്ലിംഗ് ആണ് വേണ്ടത്. ഇത് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഉണക്കമുന്തിരി. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ടൊക്കെ ചേർക്കാം. പിന്നെ എന്താ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. സാധാരണ ചിലയിടത്തൊക്കെ വൈറ്റ് കളറിലുള്ള നമ്മളെ ഈ ഒരു തേങ്ങാ ബൺ എന്ന് പറഞ്ഞിട്ട് കിട്ടുമല്ലോ, അതിൽ ഈ ബ്രെഡ് ചേർക്കില്ല. ഇതുപോലെ ഫ്രൈ അങ്ങനെയുള്ള ഒരു പ്രോസസ്സൊന്നുമില്ല. തേങ്ങ അതേപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് ഷുഗർ ചേർത്ത് ഏലക്കായും ചേർത്ത് ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങളെ സൈഡിലൊക്കെ കാലിക്കറ്റ് ആ ഒരു സൈഡിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ദിൽകുഷാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് ദിൽകുഷ് അല്ല ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിൽ ചേർക്കാം, ഡ്രൈ ഫ്രൂട്ട് ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനിയിപ്പോൾ 1 ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ക്രിസ്പി ആയിട്ടാണുള്ളത്. അപ്പോൾ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടാണല്ലോ ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാല് കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പാല്, ഇത് നമുക്കൊരു ഒന്ന് കുഴച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ വേണ്ടത്. ആയതുകൊണ്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേക്കറിയിലൊക്കെ കിട്ടുമ്പോൾ അതിൽ കുറച്ച് കളറൊക്കെ ചേർത്ത് നല്ല ബ്രൗൺ കളറിലാണ് കിട്ടുമ്പോൾ. അപ്പോൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, കളറൊന്നും ചേർക്കണ്ട. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല എന്തായാലും. ഇപ്പോൾ നമ്മളെ ഫില്ലിങ് ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ തന്നെ ഇതിന് അത്യാവശ്യം കളറുണ്ട് കേട്ടോ. ഇതിൽ കാണുന്നതിലും കൂടുതൽ നല്ലൊരു ബ്രൗൺ കളർ തന്നെ ഉണ്ട്.
അപ്പോൾ ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ മാവ് ഇനി എടുക്കാം. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതനി നമുക്ക്, ഞാനിപ്പോൾ സാധാരണ കേക്ക് ഞാൻ റെഡിയാക്കാറുണ്ടല്ലോ ഒരു സ്റ്റീലിൻ്റെ ഇതിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് എടുക്കത്ത കുറച്ചുകൂടി വലിപ്പമുള്ള കുറച്ചുകൂടി ഇതായിട്ടുള്ളത് കിട്ടും. അപ്പോൾ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കേക്ക് ടിൻ ഇല്ലാന്നുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ കുഴിയുള്ള ഒരു പ്ലേറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. എല്ലാ സൈഡിലും ഈ മാവ് വരുന്ന രീതിയിൽ വേണം. കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി, അല്ലാതെ ചപ്പാത്തി കോലൊന്നും എടുത്ത് പരത്തണമെന്നില്ല. ഇതുപോലെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. കുറച്ച് മേലോട്ട് വരുന്ന രീതിയിൽ വേണം ഈ സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് പുറത്ത് പോരുതല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച് കണ്ടില്ലേ, ഫില്ലിങ് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ചെറിയ ചൂടുണ്ട്. ഇതുപോലെ കുഴച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഉരുട്ട പിടിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം റെഡിയാക്കാൻ. ഇനി നമുക്കിത് നമ്മൾ ഫില്ലിങ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു ഇതും ഞാൻ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുക്കാം. എല്ലാ സ്ഥലത്തും നന്നായിട്ട് എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ സൈഡിലും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കയ്യിലാക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. മുട്ടയെ എടുക്കാം, അതായത് നമ്മളെ ഇതിൻ്റെ മേലെ ഒരു ബ്രൗൺ നല്ല കളറായി കിട്ടാൻ, ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മുട്ട ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ നോൺ വെജ് ഇല്ലാതെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ചെയ്യുമ്പോൾ മുട്ട എടുക്കേണ്ടതെന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലും ഒരു ബ്രഷ് ആണെങ്കിൽ ബ്രഷ് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലും ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വയ്ക്കാം. അപ്പം നമ്മളെ കുക്കർ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരമായി, ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഉള്ളിൽ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ തന്നെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഏതെങ്കിലും ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്ത് നിങ്ങൾ പ്ലേറ്റാണ് വെക്കുന്നുണ്ടെന്ന് വെച്ചാൽ പ്ലേറ്റിൽ ഇത് ചെയ്തിട്ട് അടിയിൽ ഏതെങ്കിലും ഒരു പാത്രം കമഴ്ത്തി വെച്ച് കൊടുത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പിസ് ചെയ്തപ്പോൾ കണ്ടില്ലേ കടായിൽ, അതിലും ചെയ്തെടുക്കാം. അപ്പം ഇനി ഇത് മൂടി വെക്കാം. ഇനി ഇത് വിസിലെടുത്ത് കഴിഞ്ഞിട്ട് മൂടി വെക്കാം. എന്നിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് പറയാനുണ്ടെങ്കിൽ 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ മേലെ ഒന്നും ആ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് നേരം കൂടെ വെച്ച് ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 45 മിനിറ്റ് ആയി. ഇപ്പോഴാണ് നന്നായിട്ട് മേലെ ആ ഒരു കളറൊക്കെ വന്നിട്ടുള്ളത്. നന്നായി കുക്കാവുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ബണ്ണിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് കുക്കായി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇതൊന്നിനി തണിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. നന്നായിട്ട് തണിയണമെന്നില്ല, ഒന്ന് ജസ്റ്റ് തണിയട്ടെ. അപ്പം നമ്മുടെ ദിൽകുഷ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നന്നായിട്ട് ലെയറായിട്ട് വന്നിട്ടുണ്ട്. അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓവനും അതേപോലെ തന്നെ ഈസ്റ്റ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ദിൽകുഷ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.